ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽ ബോക്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. 2 മോഡലിൻ്റെ മെറ്റൽ ബോക്സിന് നമ്മളിവിടെ റേറ്റ് കാണാൻ 78 കമ്പനി പറയുന്നത്. എന്തായാലും അതിൽ നിന്ന് കുറച്ച് റേറ്റ് വ്യത്യാസം കുറച്ച് നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ അടുത്ത മോഡുകൾ നോക്കുന്നത് 8 മോഡുകളാണ്. അതായത് 8 സ്വിച്ച് വെക്കാൻ പറ്റുന്ന മെറ്റൽ ബോക്സ്. അത് വരുന്നത് കൺസീൽ ചെയ്യുന്ന ബോക്സാണ് വരുന്നത്. പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ 6-ൻ്റെ ബോക്സ് ഉണ്ട്. 6-ൻ്റെ ബോക്സിൻ്റെ റേറ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കാം. 162 രൂപയാണ് അതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8-ൻ്റെ ബോക്സ് ഞാൻ നേരത്തെ കാണിച്ചു. അതുപോലെ തന്നെ 4-ൻ്റെ ബോക്സുകൾ, 3-ൻ്റെ ബോക്സുകൾ, 2-ൻ്റെ ബോക്സുകൾ, 12-ൻ്റെ ബോക്സുകൾ, 18-ൻ്റെ ബോക്സുകൾ അങ്ങനെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ വയറിങ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഓൾറെഡി നമ്മളിവിടെ വയറിങ് പഴയ വീട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഓൾറെഡി അവിടെ നിന്ന് പഴയ ഒരു സർക്യൂട്ട് വരുന്നുണ്ട്. ആ സർക്യൂട്ട് നമ്മളിവിടെ ഒരു 4-4 വെച്ചിട്ടാണ് പിടിച്ചിരിക്കുന്നത്. നേരെ അത് ഫാനിൻ്റെ ഓപ്ഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അത് ആ 4-4ലേക്ക് ഡയറക്റ്റായിട്ട് ഇറക്കി കൊടുത്തു. അതിന് ശേഷം നേരെ താഴെ നമ്മുടെ മെറ്റൽ ബോക്സ് വെച്ച് അതിലേക്ക് ക്ലിയർ ചെയ്തു. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന സർക്യൂട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടോ. ആ പഴയ വയർ വന്നിരിക്കുന്നതാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. കളയാതെ അവിടുത്തെ സർക്യൂട്ട് മെയിനായിട്ട് വന്നിട്ടുണ്ട് ഹാളിലേക്ക്. ഇനി നമ്മൾ ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട. സോളിഡ് വെച്ചിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ബോക്സിൽ നിന്ന് അവിടെ 4-4 വെച്ചിട്ട് അതിൽ നിന്നും 1 ഇഞ്ച് പൈപ്പ് 25 mm പൈപ്പ് ഇട്ടതിന് ശേഷം മൊത്തം ലിങ്ക് ചെയ്യാണ്. എവിടേക്കാണോ വേണ്ടത് അവിടേക്കെല്ലാം നമ്മൾ 25-ൻ്റെ പൈപ്പ് കൊണ്ടുപോയി അടിച്ച് ക്ലിയർ ചെയ്യുന്നു. അതായത് പോകുന്ന സ്ഥലത്ത് ഒരു നിശ്ചിത പരിധി കഴിഞ്ഞിട്ട് നമുക്ക് വയർ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കുന്നതിനും എന്തെങ്കിലും ലൈറ്റ് പോയിൻ്റ് അവിടെ ആവശ്യം വരുന്ന സ്ഥലങ്ങളിൽ നമ്മളൊരു ജംഗ്ഷൻ വെച്ച് കൊടുക്കുക. 4-4 ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്, PVC വെച്ച് കൊടുക്കുന്നത്. ഇവിടെ നമുക്കൊരു 12 മോഡലിൻ്റെ ബോക്സ് വെക്കാനുണ്ട്. അവിടെയാണ് നമ്മുടെ ഹാളിലെ എല്ലാ കൺട്രോളിങ് കാര്യങ്ങൾ വരുന്നത്. ഇത് നമ്മൾ പുറത്തേക്കുള്ള ഒരു ലൈറ്റ് പോയിൻ്റാണ്. പുറത്തേക്കുള്ള ലൈറ്റ് പോയിൻ്റ് പണ്ടത്തെ രീതി അനുസരിച്ചിട്ടല്ല ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ബെൻഡ് ഇട്ട് നിർത്താണ് ചെയ്യുന്നത്. ആ ബെൻഡ് നമ്മൾ പ്ലാസ്റ്റിക് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കട്ട് ചെയ്തിടും. അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ മുകൾവശം, ബെൻഡിൻ്റെ മുകൾവശം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഹോൾഡർ വെച്ച് പിടിപ്പിക്കും. ഇത് നമ്മളിപ്പോൾ 4-4 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർക്യൂട്ട് വരുന്നതാണ് മെയിനായിട്ട് വരുന്നത്. അതിൽ നിന്ന് നേരെ വരുന്നത് ഒരു കോമൺ വാഷ് ബേസിൻ്റെ ഏരിയയിലേക്കാണ് വരുന്നത്. നമ്മളവിടെ ഒരു 4 മൂടികളുടെ ഒരു ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നേരെ വരുന്നത് മിറർ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത റൂമിലേക്ക് പോകുന്ന സർക്യൂട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഒരു പൈപ്പ് നമുക്ക് എളുപ്പമായിട്ട് തൊട്ടടുത്തേക്ക് കണ്ടോ വന്നിരിക്കുന്ന പൈപ്പ് 25 mm ആണ്. 1 ഇഞ്ച് പൈപ്പാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്നൊരു 20 mm പൈപ്പ് നമ്മുടെ റൂമിലേക്ക് ജസ്റ്റ് അതിൽ നിന്ന് ലിങ്ക് ചെയ്ത് കൊടുത്തു. പിന്നെ പുറത്തേക്കുള്ള ലൈറ്റ് നമ്മൾ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വീടിൻ്റെ മൊത്തമായിട്ട് DBയിൽ നിന്നും മൊത്തം എല്ലാ റൂമുകളിലേക്ക് ലിങ്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പൈപ്പിട്ട് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ആ ഒരു ആവശ്യങ്ങളോ കാര്യങ്ങളോ നമുക്ക് എവിടേക്കെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും. വയർ വലിച്ച് കൊണ്ടുപോകണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ പൈപ്പിൻ്റെ എണ്ണം ഒരിക്കലും കുറയ്ക്കരുത്. നമ്മൾ അത്യാവശ്യം വേണ്ടത് വയർ ടൈറ്റാക്കി കൊണ്ടുപോവുകയും ചെയ്യരുത്. കാരണം ടൈറ്റാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കാണിക്കും. അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും ചില അവസ്ഥയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില ലൈറ്റുകൾ LED ലൈറ്റ്സുകളായതുകൊണ്ട് ബ്ലിങ്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ടൈറ്റ് ചെയ്ത് കൊണ്ടാത്ത രീതിയിൽ മാന്യമായിട്ട് രീതിയിൽ പൈപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡക്ഷൻ മുഖേന സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും നമ്മുടെ LED ലൈറ്റ്സുകൾ ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ചെറിയ രീതിയിൽ ബ്ലിങ്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് നമുക്ക് അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതെങ്ങനെ ഒഴിവാക്കാമെന്നും നമുക്കത് എങ്ങനെയൊക്കെ രീതിയിൽ ഒഴിവാക്കി നമുക്ക് നല്ല രീതിയിൽ തന്നെ വയറിങ് ചെയ്യാമെന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.